എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. തന്റെ രക്തം കൊണ്ട് എഴുതിയ പുതിയ നിയമം, അവന്റെ രക്തത്താൽ അനേകർക്ക് പുത്തൻ ജീവിതാനുഭവങ്ങൾ പകർന്നുകൊണ്ട് സകലത്തെ കീഴടക്കി ഉയരുന്ന യേശുവിന്റെ രക്തം. കേൾക്കാം. പാഷ ഷിജു എബ്രഹാം, പത്തനാപുരം. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്നുള്ളത് രക്തം ജയം, അഥവാ സ്വന്തം രക്തം കൊണ്ട് എഴുതിയതായ പുതിയ നിയമം. ഭൂമുഖത്തുള്ള എല്ലാ ക്രൈസ്തവ സഭകളും തങ്ങളുടെ ആരാധനകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നവരാണ്. വിശുദ്ധ കുർബാന, തിരുവത്താഴം, അപ്പം നുറുക്കൽ തുടങ്ങിയ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശ്വാസ പ്രമാണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും വ്യത്യസ്തത കണ്ടേക്കാമെങ്കിലും ലോകത്തിലെ ഒരു സ്ഥാപകനും ചെയ്യാത്ത, ഇനിയൊരിക്കലും ചെയ്യുവാൻ കഴിയാത്ത അനുപമമായ സ്നേഹത്തിൻ്റെ പ്രതീകമായ അതിമഹത്തായ ത്യാഗമാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവാർപ്പണത്തിലൂടെ ചെയ്തത്. പഴയ നിയമത്തിൽ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട യഹൂദാജനം പാപമോചനം നേടിയതെങ്കിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ദൈവത്തിൻ്റെ ഓമനപുത്രനായ യേശു ക്രിസ്തു മുഴുവൻ മനുഷ്യവർഗത്തിൻ്റെയും പാപവിമോചനത്തിനായി സ്വന്തം രക്തം ചീന്തി പുതിയ നിയമം സ്ഥാപിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എന്ന് കൽപ്പിച്ച കർത്താവ് തൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണമെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കർത്താവ് സ്ഥാപിച്ച ഈ പുതിയ നിയമം തൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ അനുഗാമികൾ കൊണ്ടാടി വരുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൻ്റെ അന്തസ്സത്തായ സ്നേഹവും സഹനവും ത്യാഗവും പ്രാവർത്തികമാക്കാതെ ആഡംബര നിബിഡമായി ഓർമ്മയ്ക്കായി ചെയ്യുന്ന ക്രിയകൾക്കൊന്നിനും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നേടുവാനോ കഴിയില്ലെന്ന് ആഘോഷിക്കുന്നവർക്കോ അനുഭവിക്കുന്നവർക്കോ ചിന്തിക്കാറില്ല. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന യൂദയ്ക്കും തന്നെ തള്ളിപ്പറയുവാൻ പോകുന്ന പത്രോസിനും തന്നെ വിട്ട് ഓടിപ്പോകുവാൻ പോകുന്ന മറ്റ് ശിഷ്യന്മാർക്കും തൻ്റെ തിരുശരീര രക്തങ്ങൾ കർത്താവ് നൽകിയത് അവർ അപ്രകാരമെല്ലാം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്രകാരം ശത്രുമിത്ര ഭേദമില്ലാത്തതും ആത്മാർത്ഥവും നിസ്വാർത്ഥവും എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതുമായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരമോന്നത പ്രതിഫലനമാണ് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് എഴുതിയതായ പുതിയ നിയമത്തിലൂടെ കർത്താവ് ലോകത്തിന് വെളിപ്പെടുത്തിയത്. അഥവാ രക്തം ജയം എന്ന് പറയുന്നത് അവൻ്റെ രക്തം, അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള 1 യോഹന്നാൻ 1:7 നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ രക്തം നമുക്ക് നൽകിയത് പുതിയ നിയമത്തിൻ്റെ ഓർമ്മ പുതുക്കുമ്പോഴെല്ലാം യേശുക്രിസ്തുവിൻ്റെ സഹനവും സ്നേഹവും ക്ഷമയും ത്യാഗവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഓർമ്മ പുതുക്കൽ കൊണ്ട് യാതൊരു അനുഗ്രഹവും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒരുക്കി നൽകപ്പെട്ടത് നമുക്ക് നിത്യത നൽകുവാൻ വേണ്ടിയാണ്. അവിടെ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് വലിയ രക്ഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, യേശുവിൻ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. രക്തം ജയം എന്ന് ഉപദേശിമാർ പണ്ടു പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അഥവാ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജൽപ്പനം ചെയ്യുന്ന രക്തം ജയത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്, രക്ഷയുണ്ട്, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർമ്മിക്കുമ്പോഴെല്ലാം ഈ ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all.